എക്സ്പ്ലോർ വിത്ത് മാക്സിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട്, കൊറോണയൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടിക്കോട്ടും കുറഞ്ഞോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം ഞങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ എല്ലാവരും ഒന്ന് ആദ്യം മുതലേ കണ്ടിട്ട് വായു. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നേരെ നമ്മുടെ കാസർഗോഡ് ടൗണിലെത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്, ഇത് സർക്കിള്. അപ്പം വലിയ ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല, ജോഗിങ്ങിന് പോകുന്നവർ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ എന്താ പറയുക, നേരെ സർക്കിൾ ഇങ്ങോട്ടേക്ക് പഴയ ബസ് സ്റ്റാൻഡ് വഴി പോയിട്ട് അവിടുന്ന് ചന്ദ്രഗിരി വഴി എടുത്ത് കാഞ്ഞങ്ങാടുന്ന് നേരെ തളിപ്പറമ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാണ് പോകുന്നത്. ശരിക്കും രണ്ട് വഴി നമുക്ക് പോവാം, കുടിയാമല വഴിയും കാപ്പിമല വഴിയും. അപ്പോൾ കൂടുതലും ആൾക്കാർ പോണത്, ഈ അറിയാത്തവരൊക്കെ കൂടുതലും പോണത് നമ്മുടെ നോർമൽ വഴിയായ കുടിയാമല വഴിയാണ് നമ്മുടെ പൈതൽമലയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റിക്ക് എന്താ പറയുക, കാപ്പിമല വഴി, ആ വഴി നമുക്ക് കയറി നോക്കാം. ആ വഴി ഭയങ്കര അട്ടയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തറിയാം, നമുക്ക് എന്താ പറയുക, കണ്ടറിയാം നിനക്ക് എന്താ സംഭവിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഓക്കെ, ബാക്കി വഴിയെ കാണാം. ബൈ ബൈ. അപ്പം നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് ചെറുവത്തൂരാണ്. ഇപ്പം ഈ നേരെ കാണുന്ന വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്, ചീമേനി നമ്മുടെ ചെറുപുഴ വഴി. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കാപ്പിമല വഴി ആയതുകൊണ്ട്, പൈതൽമലയ്ക്ക് കയറുന്നത് കാപ്പിമല വഴി ആയതുകൊണ്ട് നമുക്ക് ഈ വഴിയാണ് എളുപ്പം. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 54 കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മുടെ പൈതൽമലയ്ക്ക്. അപ്പം ഇത് നമ്മുടെ NH തളിപ്പറമ്പ് കണ്ണൂർ വഴി. നമ്മൾ ആ കുടിയാമല വഴി പോകണമെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് ഈ വഴിയാണ് എന്തായാലും നമ്മൾ പോകേണ്ടത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കറക്കമായി പോകും ഈ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ കുമ്പളയിൽ നിന്ന് ശരിക്കും ഏകദേശം 90 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമ്മൾ പൈതൽമലയ്ക്ക് ശരിക്കും. അപ്പം ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു പകുതിയുടെ അടുത്ത് ഏകദേശം കവർ ചെയ്തു. ഇനിയുണ്ട്, ഇവിടെ നിന്ന് ചെറുതായിട്ട് ഒന്ന് സൈഡാക്കി ഇട്ടേക്കെയാണ്. ഉണ്ടെങ്കിൽ 2-3 മെസ്സേജ് അയക്കേണ്ടത്, മെസ്സേജ് അയക്കുവാണ്. ഇവിടെ നമ്മുടെ JK റെസിഡൻസ് ഉണ്ട് ചെറുവത്തൂർ. അപ്പോൾ അതിൻ്റെയൊക്കെ തൊട്ട് സൈഡിലായിട്ട് നിർത്തിയിട്ടേക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും നമ്മുടെ പാടിച്ചാൽ അല്ലെങ്കിൽ പാടിയോട്ടിച്ചാൽ ടൗണിലാണ്. ഇത് നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴയ്ക്ക് പോണ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ചെറുപുഴയ്ക്ക് പോണ വഴിക്ക് കിട്ടുന്ന ഇത് നോക്കി, ഇവിടെ ഒരു കുരിശുപള്ളിയും അല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക വലിയൊരു ടവറുണ്ട്. ഇവിടുന്ന് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴി നേരെ ചെന്ന് കയറുന്നത് തേർത്തല്ലിക്കാണ്. അപ്പോൾ തേർത്തല്ലിക്ക് ഒരു ഷോർട്ട് കട്ടാണ് ചെറുപുഴ ടച്ച് ചെയ്യേണ്ടത് പോകാനായിട്ട്. അപ്പം എന്താ പറയുക, നമുക്ക് ബാക്കി ഓൺ ദി വേ കാണാം അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിമലയ്ക്ക് പോണ വഴിയാണ്. അപ്പം ഇവിടുന്ന് പലർക്കും ഒരു ഡൗട്ട് വരും. ഞങ്ങൾ ഇവിടെ നിർത്തിയതിന് ശേഷം തന്നെ കുറേ വണ്ടികൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഏത് വഴിയാണ് പോകുന്നത്, ഈ വഴി നേരെയാണോ ഇങ്ങോട്ടേക്കാണോ. അപ്പോൾ നമുക്ക് ഈ വഴി ഇവിടുന്ന് ഇതാണ് നമ്മുടെ ആലക്കോട് നിന്ന് തന്നെ വഴി. ഇവിടുന്ന് നേരെ ഈ വഴി കയറി പോവുക. ഈ വഴിയാണ് നമ്മുടെ പൈതൽമലയുടെ ട്രെക്ക് പോയിന്റിലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. കാപ്പിമല വാട്ടർഫോൾസ് ഉണ്ട്, കാപ്പിമല വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു കുരിശുപള്ളിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതൊരു അടയാളമായിട്ട് വയ്ക്കുക. മുകളിലോട്ട് കയറുമ്പോൾ നല്ല ഓഫ് റോഡാട്ടാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഇതിപ്പോൾ ചേട്ടൻ താഴെ വരുന്നുണ്ട് കേട്ടോ. റോഡൊക്കെ മൊത്തം പോയിരിക്കുക.
ദേവരുണ്ട്. വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്കിലൊക്കെ ആയിട്ട് മുമ്പിൽ 2-3 പേര് പോയി. ഇപ്പോൾ പുറകെ 2-3 പേരൊക്കെ വന്നുകൊണ്ടിരിക്കുക. നല്ലൊരു ഓഫ് റോഡാണ് മുകളിലേക്കുള്ള ശരിക്കും ഈ വഴി. നമുക്കത് ഓഫ് റോഡ് ഇങ്ങനെ കയറി നമുക്ക് മുകളിലേക്ക് പുള്ളപ്പ് ചെയ്ത് പോവാം. അവിടെ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്, അത് കയറി പോയി കഴിഞ്ഞിട്ട് നമുക്കങ്ങ് കയറി പോവാം. ഇല്ലെങ്കിൽ 2 വണ്ടിയും കൂടി ആയിട്ട് പിന്നെ മിക്സായി പോകും. ഒന്നില്ലെങ്കിൽ അവർ നമുക്ക് പണി തരും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പണി കൊടുക്കും. എന്തിനാ വെറുതെ. ഉണ്ണി ആദ്യമായിട്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ കാണുന്നത്. അല്ല ഉണ്ണി? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ടാറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. റിസ്ക് ആണ്, കുഴപ്പമില്ല. എന്നാൽ ഉരുളങ്കല്ലാണ് കൂടുതലുള്ളത്. ഇവിടെ ഒരുപാട് ബൈക്ക് ഉണ്ട് കേട്ടോ. താഴെ മുതൽ ഇതേ ഇങ്ങനെ വരിയായി നിർത്തിയേക്കാം ബൈക്കും കാര്യങ്ങളൊക്കെ. ഇവ നമ്മളെ വണ്ടി തൊട്ടപ്പുറത്താട്ടോ, അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്. എന്തിനാ റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ ഒരു ഇടതുവശത്തായിട്ടൊരു കടയുണ്ട്. ടിക്കറ്റ് കൗണ്ടർ പക്ഷേ തുറന്നിട്ടൊന്നുമില്ല കേട്ടോ. ആ പുള്ളിക്കാരൻ 9:30ക്കാണ് തുറക്കണതെന്നൊക്കെയാണ് പറയണത്. 9:30ക്ക് ശേഷമാണ് ടിക്കറ്റ് കൗണ്ടർ തുറക്കുക. പക്ഷെ എല്ലാവരും മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ തിരിച്ച് വരുമ്പം എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇവിടെ ഒരു ബോർഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കേരള വനം വന്യജീവി വകുപ്പ്. മുതിർന്നവർക്ക് 30 രൂപ കേട്ടോ ടിക്കറ്റ്, ഒരാൾക്ക് 30 രൂപയും. പിന്നെ സമയം ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 9 to 5 ആണ്. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ സമയം 9:15. സമയം 9 മണിയാണെന്നാണ് നമ്മുടെ ഇപ്പോൾ വന്ന ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആൾക്കാരൊക്കെ രാവിലെ പോയി 6 മണിക്ക് തന്നെ കയറാൻ തുടങ്ങിയതാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഇറങ്ങി വന്നതോട് ചോദിച്ചപ്പോൾ അവർ 6 മണി 5:45 കയറിയെന്നാണ് പറഞ്ഞത്. ആ സമയത്തൊക്കെ വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കി, അടിപൊളിയായിരിക്കും. പക്ഷേ പെർമിഷൻ ഇല്ലാണ്ട് പോകണം, തെറ്റാണ്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എങ്ങനെയുണ്ട്? ഒറ്റവശമുള്ളൂ, നമുക്ക് ലേറ്റായി പോയി. വെയിലുണ്ട്. പിന്നെ നമുക്ക് മുകളിലെത്തുമ്പോൾ നോക്കാം ഇനിയിപ്പോൾ അവസ്ഥ എങ്ങനെ മാറുന്ന കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആവുന്നതൊക്കെ എങ്ങനെയാന്ന്. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. 2-2.5 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ മുകളിലെത്തിയിട്ട് വ്യൂ പോയിന്റിലെത്തിയിട്ട് അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട്. ഒരു 500 മീറ്റർ അവിടെ ചുറ്റളവിൽ കണ്ടു തീർക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൽ പ്ലേ ആവും മിക്കവാറും. മറ്റേ എന്താ പറയുക, ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്നിട്ട് മച്ചാമാരോട് ഉണ്ണി വന്ന് ചോദിച്ചു കോട ഇട്ടത്. കോട അവർ അന്തം വിട്ട് ചോദിക്കുന്നു. അയ്യോ അവസ്ഥ. അത്യാവശ്യം നല്ല ചൂടൊന്നും തുടങ്ങിയിട്ടാ. ഞാനാണെങ്കിൽ കണ്ടില്ല, ജാക്കറ്റൊക്കെ ഇട്ട് സെക്ടറൊക്കെ ഇട്ടൊക്കെ വന്നേക്കണത്. അയ്യോ എല്ലാം കൂടെ കണ്ടറിയണം ദാസാ ഇനി ഞങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന്. ഉണ്ണി 2 ഓറിയോ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അതൊക്കെ തിന്നിട്ട് വരെ ഇനി വേറെ ഒന്നും പണി വേലേ. ഓറിയോ ബിസ്ക്കറ്റ് തിന്നാൻ വേണ്ടി പൈതൽമലേ വന്നു. അതെ, പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വഴിയിൽ ഉപേക്ഷിക്കരുത്. കാരണം നമ്മുടെ റാണിപുരം പോലെ തന്നെ പൈതൽമലയും പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. എടുക്കട്ടെ എന്റെ ദൈവമേ. ആ ഇപ്പൊ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ക്ലിപ്പ് അറിയില്ല. എന്റെ ബിസ്ക്കറ്റ് പോലെ. അയ്യോ, ഇപ്പൊ അങ്ങ് ഉരുണ്ട് പോയല്ലേ താഴോട്ട്. പണ്ടാരം അറിയോ ചാർജ് വേണ്ടവർക്ക്. ആ പവർ തരട്ടെ, കൊറേ നടക്കാനുള്ളല്ലേ. അയ്യോ അല്ല, എനിക്കൊരു പുതുമയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ. നീ ആദ്യമായിട്ട് വരുന്നോണ്ടാ. അതുകൊണ്ടൊരു കുഴപ്പമില്ല. അയ്യവ, ഇത് റാണിപുരത്തെക്കാളും കിട്ടണ. ഞാൻ അത് മാത്രമേ വെച്ച് പോയിട്ടുള്ളൂ. അതായിരിക്കടോ. വണ്ടി മൊത്തല്ല ഇത്. അമ്പോ
ഇത് റാണിപുരം പോലെ തുറസായ സ്ഥലമൊന്നും അല്ല കേട്ടോ. നല്ല 2 സൈഡും കാടൊക്കെ ആയിട്ട് ഒരു തണുപ്പൊക്കെ ഇട്ടുണ്ടത് കയറുമ്പോൾ. എനിക്കൊരു തണുപ്പൊന്നുമില്ല. ചെറുതായിട്ട് വരക്കുണ്ട്. ഈശ്വരാ, വേറൊരു കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ബാഗ് നിർത്തോണ്ട് ഒരു കാര്യമില്ല. നമ്മൾ പെട്ടു ഗൈസ്. അടുത്ത ദുരന്തം, വേറൊരു ദുരന്തം. 40 രൂപ ക്യാമറയ്ക്ക് കാശും കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ക്യാമറയുടെ ബാറ്ററി എടുത്തില്ല. ഒന്നും പറയാനില്ല. ഫുൾ ചാർജ് ഉണ്ട്. നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും കാണിക്കാം. ബെസ്റ്റായി. നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു രാവിലെ പോയിട്ട്? ഒന്ന് എക്സ്പീരിയൻസ് പറയോ? എത്ര മണിക്ക് കയറിയതാ? 6 മണിക്കാ. 7 മണിക്ക്. 7 മണിയാ. നിങ്ങൾ എവിടെ നിന്നേ? കണ്ണാടി പറമ്പ. എങ്ങനെയുണ്ടായി രാവിലെ ക്ലൈമറ്റ്? അതെ, നല്ല കാറ്റ്. കേറാൻ കുറച്ച് പണിയുള്ളൂ. അതല്ലേ, ഓക്കെ, പൊളി. ആ, ഞങ്ങൾ കാസർഗോഡ്, ഞങ്ങൾ എക്സ്പ്ലോർ വിത്ത് മാക്സ്. അപ്പം മച്ചന്മാർ പറയുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോൾ ശരിക്കും ഊമ്പി ആയ അവസ്ഥയായി. മച്ചന്മാർ രാവിലെയൊക്കെ കയറി ഫുൾ അതെ ഫുള്ള് ചില്ലൊക്കെ അടിച്ച് മച്ചന്മാർ ഇറങ്ങി തിരിച്ചു പോവുകയാണ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അടിപൊളിയാണ്, ട്രക്കിങ് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് സ്ലിപ്പറി ആവുന്നുണ്ട് ഇടയ്ക്ക്. മഴ കൂടി വന്നു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആയിരിക്കും. സൂക്ഷിക്കുക, ഗ്രിപ്പുള്ള നോർമൽ ഷൂ വേണ്ടേ? അതെ, എൻ്റെ നോർമലാണ്, അവൻ്റെ നോർമലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ തളർന്നു പോണേ. എൻ്റെ പൊന്നെ, എത്ര ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെയും മുകളിലോട്ട് പോണ കേട്ടോ. നല്ല വെയിൽ, എന്താ വ്യൂ. അമ്പോ നിക്കടാ, അങ്ങോട്ട് വരാം. ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ കേൾക്കൂല. എന്തല്ലേ 2 സൈഡും കിടിലൻ വ്യൂ. രാവിലെ വന്നാൽ ഇവിടെ മൊത്തം കോടയൊക്കെ നിറഞ്ഞ് ആ ഒരു സെറ്റപ്പിലായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് മൊത്തം, നമ്മൾ ഈ കാണുന്ന മൊത്തം വെസ്റ്റേൺ ഗഡ്സിൻ്റെ നമ്മുടെ കർണാടകയുടെ ഏരിയയാണ്. കൂർഗ് ഫോറസ്റ്റ് ഏരിയയാണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ. ഈ സൈഡ് കാണുന്നത് അതാണ് നമ്മൾ എന്താ പറയുക, കുടിയാമല വഴി നമ്മൾ കയറുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു വ്യൂ പോയിൻ്റ് ആ കാണുന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ കുറ്റിപ്പുല്ല് ആ ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. ഇവിടെ നമുക്ക് വളപട്ടണം പുഴ, നമ്മുടെ ഏഴിമല, ആ ഭാഗങ്ങൾ മൊത്തം ഇവിടെ ശരിക്കും കാണാൻ പറ്റും അടിപൊളിയായിട്ട്. ചെറുതായിട്ടൊരു മൂടലുണ്ട്. ആ മൂടലും കൂടി പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ എയർപോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. എയർപോർട്ടാണ്, മട്ടന്നൂർ എയർപോർട്ടാണ് കാണുന്നത്, അപ്പുറത്ത് കാണുന്നത്. പിന്നെ എന്നാ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ് അല്ലേ ഉണ്ണി? ഇത് നോക്കി, ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ കൂർഗിൽ നിന്ന് 2-3 ട്രെക്കിംഗ് സ്പോട്ടൊക്കെ വരുന്നുണ്ട്. മുല്ലൻഗിരി എന്ന് ആ സ്ഥലങ്ങളൊക്കെ തോന്നുന്നു, ശരിക്കും എനിക്ക് പേരറിയില്ല. കൂർഗിൽ നിന്ന് 2-3 ട്രെക്കിംഗ് സ്പോട്ട് ഈ സൈഡ് തന്നെ, പൈതൽമലയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലെങ്ങനെ പെട്ടു വല്ല അവസ്ഥ അടിപൊളിയായിരിക്കും, വൈബായിരിക്കും. ഇതുപോലത്തെ ചെറിയ ചെറിയ നമ്മുടെ എന്താ പറയുക ചൊറിയമ്പുഴ ഇഷ്ടം പോലെ ഉണ്ട്. മേത്ത് കയറാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഞാൻ ഇട്ടങ്ങനെ ട്രാക്ക് സൂട്ടാണ്, ട്രാക്കിലേക്കൊന്നും തട്ടുകളൊക്കെ കൂടുതൽ ഇതാണ്. അതെ, നോക്കി ഇഷ്ടം പോലെ ഉണ്ട് സാധനം. അപ്പം ഇവിടെ ഉണ്ട്. അപ്പം മര്യാദയ്ക്ക് നോക്കി നടന്നില്ലെങ്കിൽ നല്ല ചൊറിയാനേ നേരം ഉണ്ടാവത്തുള്ളൂ നടക്കുന്നു. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇപ്പം മനസ്സിലായ കാര്യം എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ണി, നിനക്കറിയോ? നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ സത്യം പറഞ്ഞ പ്രാഗിയൊക്കെയാണ് എനിക്ക് അത്ര തളർന്ന്. ഇവന് ആദ്യമായിട്ടാണ് ഇവൻ ഇങ്ങനത്തെ ഒരു ട്രക്ക് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ, ആകെ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളൂ.
കയറ്റമാണ്. പിന്നെ എന്താ ട്രക്കിംഗ് എന്ന് പറയുന്നത്? ഇത് കൊള്ളാം. അതെ, ആദ്യമായിട്ട് വരുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പം തന്നെ കണ്ടോ നല്ല വെയിൽ വന്നു. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് നല്ല ഷെയ്ഡ്, നല്ല തണലൊക്കെ വന്നിട്ട് നല്ല കാറ്റും അടിപൊളിയായിരുന്നു. കുറച്ച് മുമ്പ് ചെറുതായിട്ട് കോട കയറി വന്നു കുറച്ച് മുമ്പ്. പക്ഷേ ആ സമയത്താണെങ്കിൽ ഗോപ്രോയിൽ ചാർജ് തീർന്നിട്ട് കുത്തിയിട്ടൊക്കെ ആയിരുന്നു. അത് വലിയൊരു മണ്ടത്തരമായിപ്പോയി. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഈ മൗണ്ടൻസിലെ ക്ലൈമറ്റ് എങ്ങനെ ചേഞ്ച് ആവുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം വെയിലാണെന്ന് വിചാരിച്ചാൽ ആരും വരാതിരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അത് ഓരോ ഭാഗ്യമാണ് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതൊക്കെ. ഇന്ന് പക്ഷേ എന്താ പറയുക, രാവിലെ 5:45 തുടങ്ങിയെന്നാണ് പറഞ്ഞത് എന്നോട് ഫസ്റ്റ് ടീം വന്നപ്പോൾ. ഞായറാഴ്ച ആയതുകൊണ്ട് 4 സ്റ്റാർ ഉണ്ടായിരുന്നില്ല അവിടെ. ഇപ്പം അടുത്ത ഞായറാഴ്ച വരുന്നവർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. രാവിലെ ഒരു 5:45 വരുവാണെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും മക്കളെ, ഒന്നും പറയാനില്ല. ഞാനും പറയുന്നു, ഞാനൊരു എന്തായാലും കൂളായിട്ട് കയറും. ഇവിടെ തന്നെയുള്ള വ്യൂ നോക്കി താഴെ ഒന്നും പറയല, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പുറത്തെ ബാക്കിലുള്ള വെസ്റ്റേൺ ഗഡ്സിന്റെ മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും വരുന്നുണ്ട്, ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഏകദേശം താഴേന്ന് കാപ്പിയോല വഴി വരുവാണെങ്കിൽ 2-3 കിലോമീറ്ററിന് അടുത്തുണ്ട്. നല്ല കുത്തനുള്ള കയറ്റുക. മറ്റേത് അതിനേക്കാൾ എളുപ്പം. പക്ഷേ മറ്റേത് ഇത്രയും ഹൈറ്റ് ഇല്ല കേട്ടോ, താഴെയാണത് ശരിക്കും പറഞ്ഞാൽ വ്യൂ പോയിന്റ്. ശരിക്കും ഇതിനേക്കാൾ എത്രയോ താഴെയാണ് വ്യൂ പോയിന്റ്. ഇവിടെ ഇനിയുണ്ട് സൈഡിലേക്ക്, ഇത് ആ ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട്. ആ സൈഡിലേക്ക് ഒരു പുൽമേട് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടാവും അതിനപ്പുറത്തേക്ക്. നമുക്ക് ചെറുതായിട്ടൊന്ന് പോയിട്ട് അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് നോക്കാം നമുക്ക്. പിന്നെ എന്താ പറയുക, അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി നമുക്ക് അതെ, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്നേ ഭ്രാന്ത്. വരുന്ന വഴിക്ക് കുറേ ആനപ്പിണ്ടം കണ്ടു, അത് വേറെ കാര്യം. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മച്ചാമാരെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു 2-3 ഗസ്റ്റ് 3-4 ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് നമ്മൾ ടപ്പേന്നും പറഞ്ഞ് കണ്ടായിരുന്നു കേട്ടോ. അതാരാണെന്നല്ലേ, വേറെ ആരുമല്ല, ഞങ്ങൾ 2-3 സൈക്കോ പെങ്ങൾസും അവരുടെ 2-3 സൈക്കോ കൂട്ടുകാരും ഒക്കെയാണ്. അപ്പോൾ അതെ, ഈ 2 സൈക്കോസ് ആണ്. ഇത് ഉണ്ണിമോൾ. ഉണ്ണിമോന്റെ പേര് പറഞ്ഞോ, ശരിക്കുള്ള പേരൊക്കെ പറഞ്ഞോ? ഐശ്വര്യ. ഇതേ മിഥുൻ. മിഥുന്. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇന്നത്തെ പൈതൽമല നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്തോ ഇവിടെ കുത്തി പറയുന്ന പോലെ നിനക്ക് ഫീൽ ചെയ്യുന്നില്ല ഉണ്ണി? എവിടെയൊക്കെയോ ഒരു കുത്തി പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഏകദേശം നല്ല എന്താ പറയുക, ഷാഡോ ഒക്കെ വന്ന് അടിപൊളിയായി, നല്ല വ്യൂ ഒക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൗണ്ടൻസിലെ ക്ലൈമറ്റ് നമുക്ക് വിചാരിക്കുന്ന പോലെ നമ്മളെപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇപ്പോൾ ചേഞ്ച് ആവും. ഇതേ കണ്ടോ, ഈ സൈഡ് മൊത്തം കാർമേഘമായി. ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം 3 മണി വരെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മഴയും കോടയൊക്കെ ആയിരിക്കും. ഇപ്പോഴേക്കും ഈ സൈഡൊക്കെ മഴക്കാറ് കൊണ്ട് മൂടി. ഈ സൈഡൊക്കെ കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. എന്തു പറയുന്നു? അപ്പം ഇതിൻ്റെ ആ സൈഡിലേക്ക് ഞങ്ങൾ പോയിട്ട് വന്നു. നേരെ അടിപൊളിയായിരുന്നു, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അങ്ങടേക്ക്? പൊളിയാണ്. സൂയിസൈഡ് പോയിന്റ് ഒക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട്? ചാവാൻ തോന്നിയാ? ദൈവന്മാർ 3 പേര് അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പോൾ വന്നോളൂ. വേറെ ടീമൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈബായി. ഫുള്ള് പുൽമേടാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പുറകുണ്ട് കേട്ടോ, ചേട്ടൻ പതിയെ വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഒരുപാട് ഇറക്കമാണ് ഡേഞ്ചർ. അയ്യോ, ഇനിയും 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. നല്ല വെയിലൊക്കെ ആറി നല്ല രസമാണ്. അപ്പം ഞങ്ങളിപ്പോൾ താഴത്തേക്ക് എത്താറായി ഏകദേശം. അയ്യോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങുമ്പോൾ എന്താ പറയുക, കുറച്ച് വെയിറ്റ് കൊടുത്തിറങ്ങിയാൽ മതി. കയറുന്നത്ര ടൈം എടുക്കൂല ഇറങ്ങുമ്പോൾ, പക്ഷെ നന്നായിട്ട് കാലൊക്കെ ഫീലാണ്. അതെ, അപ്പം പതുക്കെ റെസ്റ്റ് എടുത്ത് ഇറങ്ങാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ടല്ലോ, കൊണ്ടുവന്ന പ്ലാസ്റ്റിക് എല്ലാം നിങ്ങൾ മാക്സിമം ആൾക്കാർ വരുന്നവർ മൊത്തം കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മൊത്തം എന്താ പറയുക തിരിച്ച് എടുത്തുകൊണ്ട് വരിക. അത് അവിടെ ഇട്ടിട്ട് പോകരുത് കേട്ടോ ഒരിക്കലും. ഇണ്ടാണ്ട് സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും, ഓരോ പക്ഷികളുടെ ഇതിൻ്റെയൊക്കെ. എന്ത് രസമല്ലേ ഈ സ്ഥലം തന്നെ, വേറൊരു മൂടല്ലേ. എല്ലാം മുളയും പക്ഷികളുടെയും എന്തൊക്കെയോ സൗണ്ട്, ചീവീടുകളൊക്കെ. എന്ത് രസമൊക്കെ.
അങ്ങനെ ഞങ്ങൾ താഴെ എത്താനായി കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് കയറ്റമൊക്കെ കിട്ടാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ചേട്ടൻ എന്താ പിറകിലുണ്ട് കേട്ടോ. കാരണം ചേട്ടൻ സ്പീക്കറിലൊക്കെ പാട്ട് വെച്ചിട്ടുണ്ട് നൈസായിട്ട്. നല്ല രസമാണ്, പക്ഷേ കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പറേറ്റ് ഇട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കുറച്ച് മുമ്പിൽ കയറി നടന്നുകൊണ്ടിരിക്കണേ. ഈ യൂട്യൂബുകാരുടെ ഒരു കാര്യങ്ങളെ. അവസാനം നമ്മൾ കയറാൻ തുടങ്ങി അടുത്ത് നിർത്തിയിട്ടാണ് കഴിഞ്ഞു ട്രക്കിങ് ഇവിടെ അവസാനം. ഇതുപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ യൂസ്ഡ് ആയിട്ടുള്ള മാസ്ക് ഒന്നും വലിച്ചെറിയരുത് ഒരിക്കലും. കാരണം ഇത് നമുക്ക് മാത്രമല്ല, ആനിമൽസിനായാലും അവരുടെ അടുത്ത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ അത് മതി. ആരൊക്കെയോ ഉപയോഗിച്ച മാസ്കൊക്കെ അവിടെ എടുത്ത് എറിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിലൂടെ മൃഗങ്ങൾക്കും വന്നേക്കാം രോഗം, മനുഷ്യർക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പൈതൽ മല ട്രക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും താഴെത്തി. അപ്പം ഇനിയിപ്പോൾ എന്താ പറയാ, നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇനിയിപ്പോൾ അടുത്തടുത്ത് തന്നെ എന്തായാലും ഉണ്ടാവണം. അപ്പം എന്താ പറയാ, ഇനിയിപ്പം കാര്യങ്ങളൊക്കെ സെറ്റായി ഏകദേശം. അപ്പം എല്ലാം ഓക്കെയാണ്. അപ്പം ഇനിയൊന്നുമില്ല, വരുന്നവരൊക്കെ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം അനുസരിച്ച് വരിക. അതുപോലെ തന്നെ ഈ വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ കളയാതെ കൊണ്ടുവന്ന എന്ത് കാര്യമായാലും പ്രത്യേകിച്ച് മാസ്ക് ഞങ്ങളിപ്പോൾ ഇടും. അത് ഞങ്ങളിപ്പോൾ മുഖം കഴുകി തുടച്ചേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, ഇവിടെ ഏരിയയിലും ആരും ഇല്ല, ഇവിടെ വേറെ ഒരാളും ഇല്ല. അപ്പം എന്താ പറയുക, എല്ലാവർക്കും സേഫായിട്ടിരിക്കുക, എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.